യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള ശക്തിയുള്ള വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ എല്ലാം ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. അതോടൊപ്പം ഇന്നേ ദിവസം എല്ലാ സിസ്റ്റേഴ്സിനു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സഭകളിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്, മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഹോസ്പിറ്റലുകളിൽ വിവിധ തരങ്ങളിൽ നഴ്സുമാരായ, ടീച്ചർമാരായിട്ടുള്ളവർ, എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ സഭകളെയും അധികാരികളെയും ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ചില പ്രാർത്ഥനകൾ ഈ സമയം മനസ്സിൽ ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സിൽ ഇടം നേടിയവരാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ ഒന്ന് ഏറ്റുചൊല്ലി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എന്നെ അങ്ങ് തെരഞ്ഞെടുത്തതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ കഴിവുകേടുകളും കുറവുകളും ബലഹീനതകളും ഞാനായിരിക്കുന്ന അവസ്ഥയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ എൻ്റേതായ എല്ലാ പ്രയാസങ്ങളെയും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 4:30 വചനം പറയുന്നത്, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം അരുളുമെന്നാണ്. നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും. നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നൽകും. നിന്നെ വിളിച്ചവൻ തന്നെ നിന്നെ ബലപ്പെടുത്തും, നിന്നെ ശക്തിപ്പെടുത്തും. പ്രതീക്ഷയോടെ ഇന്ന് ഈ വചനത്തെ കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യമാണ് ഓർക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 47. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? എന്നെ നീ അറിഞ്ഞല്ലോ. നഥാനിയേൽ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്നെ എങ്ങനെ അറിയുന്നു? ഒരു കാര്യം വിശ്വസിച്ചു കൊള്ളുക, എന്നെ അറിയുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട്. നഥാനിയേൽ ചോദിക്കുവാണ്, എന്നെ നീ എങ്ങനെ അറിയുന്നു? അപ്പോൾ ഉത്തരം പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. എന്നെ അറിയുന്നവനും എന്നെ കാണുന്നവനുമായ ഒരു ദൈവമുണ്ട്. പല മനോദുഃഖങ്ങളും നമുക്കുണ്ടാകും. മറ്റൊരാളോട് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള പല രീതിയിൽ പല മനുഷ്യരും അവഗണിച്ചതിൻ്റെ, ഒറ്റപ്പെടുത്തിയതിൻ്റെ, താഴ്ത്തിക്കെട്ടിയതിൻ്റെ, പലരും നമ്മളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ, സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഒക്കെ വിഷമങ്ങളും വേദനകളും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരുണ്ടാകും. മനുഷ്യരല്ലേ? എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, എന്നെ കാണുന്ന, എന്നെ അറിയുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കാണുന്ന, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കാണുന്ന ദൈവം നമ്മളെ വിളിക്കുന്നത് ആരാണെന്ന് നോക്കിയാണെങ്കിൽ നമ്മൾ പലരും ഈ നിയോഗത്തിൽ എത്തത്തില്ലായിരുന്നു. ദൈവം നമ്മളെ വിളിക്കുന്നത് ആരാണെന്ന് നോക്കിയല്ല, ആരാക്കാമെന്ന് നോക്കിയാണ്. ആരാണെന്ന്, വീടേത്, സ്വഭാവമെന്ത്, കുറവെന്ത്, കുഴപ്പമെന്ത് എന്ന് നോക്കിയല്ല ലോകം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ആരാണെന്ന് നോക്കിയ, വീടേര്, പാരമ്പര്യം എങ്ങനെ, വീട്ടുകാരെങ്ങനെ,
ആരോഗ്യം എങ്ങനെ, സ്വഭാവം എങ്ങനെ എല്ലാം നോക്കിയ ഒരാൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് നോക്കിയല്ല, ആരാക്കാമെന്ന് നോക്കിയാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് നിങ്ങൾക്ക്. എവിടെയും ഒരു സ്ഥാനമില്ലെങ്കിലും, എവിടെയും വലിയ മാന്യത നൽകിയില്ലെങ്കിലും, എവിടെയും വലിയ അംഗീകാരം നൽകിയില്ലെങ്കിലും ദൈവത്തിൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ട്. ദാവീദിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെന്ന്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. എന്നെ കാണുകയും എന്നെ അറിയുകയും ചെയ്യുന്നൊരു നല്ല ദൈവമുണ്ട്. ഈ ദൈവത്തിൻ്റെ വാക്കാണ്, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നൽകും, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ബലം തരും, നിനക്ക് പേരിട്ടവൻ തന്നെ നിന്നെ വഴി നടത്തും. പാതി വഴിയിൽ തകർന്നു പോകുമെന്ന് ചിന്തിക്കണ്ട. ദൈവമാണ് നിൻ്റെ കരം പിടിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിത ലക്ഷ്യത്തിലെത്തുമോ, ഇങ്ങനെ പോയാൽ എവിടെയാ എത്തും, എങ്ങനെയായിത്തീരും, ഒട്ടും ഭയം വേണ്ട. ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും കരം പിടിച്ചിരിക്കുന്നത്. പാതി വഴിക്ക് ഉപേക്ഷിക്കുകയില്ല. എത്തേണ്ടടുത്ത് നമ്മളെ എത്തിക്കും. ആരൊക്കെയോ എന്നിലൂടെ നിങ്ങളിലൂടെ ആശ്വസിപ്പിക്കപ്പെടാനുണ്ട്. അനേകരെ ദൈവത്തിലേക്ക് എത്തിക്കാനുള്ളവരാണ് നമ്മൾ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ നഥാനിയേൽ പറഞ്ഞതുപോലെ, നീ എങ്ങനെ എന്നെ അറിയുന്നു? അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. അറിയുകയും കാണുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്നൊന്ന് പ്രാർത്ഥിക്കാം. എത്രയോ പേരാണ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ, ശുശ്രൂഷകളിലൂടെ ദൈവത്തെ അറിഞ്ഞത്, ആശ്വസിപ്പിക്കപ്പെടുന്നത്, ബലപ്പെടുന്നത്, ആത്മാക്കൾ സ്വർഗത്തിലെത്തുന്നത്. എത്രയോ പേരാണ് നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നത്. നന്ദിയോടെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഓർക്കുന്നു. എല്ലാ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഭയിലെ ഓരോ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ അംഗങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ ഒരു ദൈവ ശുശ്രൂഷയുടെ ഭാഗമാണെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രത്യേകം ഓർത്ത് എല്ലാ സിസ്റ്റേഴ്സിനും, ഏകസ്ഥ ജീവിതം നയിക്കുന്നവർ, സമർപ്പിതരായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതീ-യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നൽകും. വഴിയിൽ തകർന്നു പോകാൻ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും. ഇന്ന് ഞായറാഴ്ച ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് അൾത്താരകളിൽ ലക്ഷക്കണക്കിന് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എല്ലാ നിയോഗങ്ങളെയും, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച കാര്യങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് കേട്ട വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അനുഗ്രഹിച്ച് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുവാണ്. ഒരിക്കൽ കൂടി കേട്ടെ, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നൽകും. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരും, എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യത്തിനായി, ശുശ്രൂഷകൾക്കായി, നിങ്ങളിലൂടെ അനേകർ ദൈവത്തെ അറിയാൻ ഇടവരുന്നതിനായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആയിരിക്കാനുള്ള വലിയ ദൈവകൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ ഉപകരണങ്ങളായി നിങ്ങൾ തീരട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ചുമക്കുന്നവരായി മാറട്ടെ. ദൈവത്തിൻ്റെ ശക്തിയെ കൊടുക്കുന്നവരായി മാറട്ടെ. ദൈവാത്മാവ് ഏത് ഭവനത്തിൽ ചെന്നാലും അവിടെ ഒരു ദൈവീക ഇടപെടൽ നിങ്ങളിലൂടെ ഉണ്ടാകട്ടെ. നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയവരാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുള്ളവരാണ്. ദൈവം നിങ്ങളെ കണ്ടവരാണ്. ദൈവം നിങ്ങളെ പ്രത്യേകമായി അറിഞ്ഞ് വിളിച്ചവരുമാണ്. പാതി വഴിക്ക് ഇട്ടേച്ച് പോകത്തില്ല. പാതി വഴിക്ക് അസ്തമിച്ച് പോവുകയില്ല. ഇതൊരു അനുഗ്രഹമുള്ള ജീവിതമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ
സിസ്റ്റേഴ്സോ സമർപ്പിതരോ ഒക്കെയുള്ള കുടുംബങ്ങൾ, ആ കുടുംബത്തിലെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങളും ഈ ആലയത്തിൽ ലഭിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഇടവരട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ, വചനം കേൾക്കുന്ന ഏതെങ്കിലും സിസ്റ്റേഴ്സ്, സമർപ്പിതർ, ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ രോഗികളായി കിടന്ന കിടപ്പിലോ വയ്യാത്ത നിലയിലോ വിഷമിക്കുകയോ മാനസികമായി ശാരീരികമായി ഭാരപ്പെടുന്നവരുണ്ടോ? ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങളുണ്ടാകട്ടെ. ഏതെങ്കിലും രോഗഭയത്തിൽ കഴിയുന്നവരുണ്ടോ? പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും സമ്പത്തും ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചത് എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടിയാണ്. ഏകസ്ഥ ജീവിതം നയിക്കുക ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിച്ചു. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.